ഹലോ ഫ്രണ്ട്സ്, വണ്ടി ടൊയോട്ട ഫോർച്യൂണറാണ്. ഫോർച്യൂണർ ഇതിൽ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് ഭയങ്കരമായിട്ട് സ്ലിപ്പാകുന്നുണ്ട്, അതുപോലെ തന്നെ ക്ലച്ച് ഭയങ്കരമായിട്ട് ഹാർഡാകുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ആക്സിലേഷൻ ഒന്ന് കൊടുത്ത് വിടുമ്പോൾ കട്ടക്കെന്ന് സൗണ്ട് ഹെവി ആയിട്ട് ബാക്ക് സൈഡിൽ നിന്ന് നമുക്ക് ഹെവി ആയിട്ട് സൗണ്ടും വരുന്നുണ്ട്. ഇതാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ കസ്റ്റമർക്ക് തന്നെയാണ് ഇപ്പോൾ നേരത്തെ ചെക്ക് ചെയ്തിട്ട് പോയതാണ് കസ്റ്റമർ. അപ്പോൾ ഞാൻ ക്ലച്ച് മാറ്റണം, എൻജിൻ മൗണ്ട് മാറ്റണം, അതുപോലെ തന്നെ സ്റ്റാർ ജോയിൻറ്റിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെക്ക് ചെയ്തിട്ടില്ല, നമ്മൾ ഓടിച്ച് നോക്കിയിട്ടുള്ള റണ്ണിങ്ങിലുള്ള കംപ്ലയിൻ്റാണ് പറഞ്ഞത്. പക്ഷേ കസ്റ്റമർ അതിൻ്റെ എല്ലാ പാർട്സുകളും മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. സ്റ്റാർ ജോയിൻറ്റ് മേടിച്ചിട്ടില്ല, ക്ലച്ച് സെറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ എഞ്ചിൻ്റെ ബെഡും ഗിയർ ബോക്സ് ബെഡും എടുത്തിട്ടുണ്ട്. പക്ഷേ ഗിയർ ബോക്സ് ബെഡ് മാറ്റേണ്ട, നമുക്ക് മാറ്റാൻ പറ്റില്ല. അത് വേറൊരു ടൈപ്പാണ്. ഇതിനകത്ത് 4x4 വരുന്ന വണ്ടികൾക്ക് വേറൊരു ടൈപ്പാണ് വരുന്നത്. അപ്പോൾ ഗിയർ ബോക്സ് ബെഡ് ഇല്ല, ബാക്കി എഞ്ചിൻ ബെഡ്, ക്ലച്ച് സെറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാനുണ്ട്. ഓടിച്ച് നോക്കുമ്പോൾ വണ്ടി മൊത്തത്തിലൊരു വൈബ്രേഷനും കാര്യങ്ങളും നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ 4th ഗിയറിലൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ ഒന്ന് ആക്സിലേഷൻ ഒന്ന് കമ്മിയാക്കിയിട്ട് കൊടുക്കുമ്പോൾ ഒന്ന് സൗണ്ട് ഹെവി ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആക്സിലേഷൻ തട്ടി നമ്മളിങ്ങനെ കാല് ഏത് ഗിയർ ആയിക്കോട്ടെ, കാല് ഇങ്ങനെ കൊടുത്ത് വിടുമ്പോൾ ഒരു കിടുക്ക് എന്ന് പറഞ്ഞൊരു സൗണ്ട് ഇതിനകത്ത് നല്ലവണ്ണം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലവണ്ണം പറഞ്ഞാൽ നല്ലവണ്ണം. അത് നമുക്ക് ഓടിക്കണം തന്നെ ഇല്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയിട്ട് ഫസ്റ്റ് സെക്കൻഡ് ഇട്ടിട്ട് ഒന്ന് ആക്സിലേഷൻ എടുക്കുമ്പോൾ ഹെവി ആയിട്ട് സൗണ്ടും കിട്ടുന്നുണ്ട്. അത് നമുക്കിങ്ങനെ നിങ്ങൾക്ക് സൗണ്ട് കേൾപ്പിച്ച് തരാൻ പറ്റില്ല. അതിന് അടിയിൽ നിന്ന് പൊക്കി നിർത്തിയിട്ടൊക്കെ വേണം ചെയ്യാനായിട്ട്. അത് ഞാൻ കംപ്ലയിൻറ്റ് ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. സ്റ്റാർ ജോയിൻ്റ് ആണ് കൂടുതലായിട്ടും പോകാൻ സാധ്യത. അപ്പോൾ ആ കംപ്ലയിൻറ്റ് ഞാൻ കാണിച്ചു തന്നിട്ട് കറക്റ്റാക്കി തരാം. എന്താ വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ്റെ ഭാഗത്തു നിന്നല്ല ആ സൗണ്ട് വരുന്നത്, ആ ഒരു ഇടുപ്പിൻ്റെ സൗണ്ട് വരുന്നത് ബാക്ക് സൈഡിൽ നിന്നാണ് കറക്റ്റായിട്ട് വരുന്നത്. എന്താ വെച്ചാൽ സ്റ്റാർ ജോയിൻ്റ് അത്രത്തോളം പോകാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല ബോഡി ഹെവി ആയിട്ട് വൈബ്രേഷനാണ്. ആ വൈബ്രേഷനും കൂടി വരുമ്പോൾ സ്റ്റാർ ജോയിൻറ്റിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടാണ് ഇത് കൂടുതലായിട്ടും നമുക്ക് ഫീൽ ചെയ്യാം. വണ്ടി റൺ ചെയ്യുമ്പോൾ ഒരു വൈബ്രേഷൻ, അതുപോലെ ഈ ഒരു ഇടുപ്പ് സൗണ്ട്, ഇത് രണ്ടും ഒരുമിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർ ജോയിൻ്റ് ആയിരിക്കും കൂടുതലായിട്ടും പോയിട്ടിരിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ചെക്ക് ചെയ്യാം, വണ്ടി ലിഫ്റ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഞാൻ എന്താ കംപ്ലയിൻറ്റ് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് ഞാൻ കണ്ടുപിടിച്ച് പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, പക്കയായിട്ട് നമുക്ക് നോക്കിയാൽ തന്നെ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് അറിയുന്നുണ്ട് ഇത് എന്തിൻ്റെ സൗണ്ടാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ ഫോർച്യൂണർ ഫുള്ള് ചെക്ക് ചെയ്തതിൽ ഫ്രണ്ട് 2 ഷോക്കും നല്ല രീതിയിൽ പോയിട്ടുണ്ട്, കംപ്ലയിൻ്റ് ഉണ്ട്. ലെഫ്റ്റ് സൈഡ് ഷോക്ക് ഫുള്ള് ഓയിൽ അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ ഷോക്ക് വന്നിട്ട് ഫുള്ള് ബുഷ് കട്ടായി പോയിരിക്കും ഉള്ളിൽ. പിന്നെ അതുമാത്രമല്ല നമുക്ക് ആ ഒരു സൗണ്ട് കിട്ടിയില്ലേ, ആ സൗണ്ട് വന്നിട്ട് എഞ്ചിൻ്റെ ബെഡ് കംപ്ലയിൻ്റ് ഉണ്ട്. എഞ്ചിൻ്റെ ബെഡ്, അതുപോലെ തന്നെ ഗിയർ ബോക്സ് ബെഡ് കംപ്ലയിൻ്റ് ഉണ്ട്, വൈബ്രേഷനാണ് അത്. പിന്നെ നമുക്ക് കിട്ടിയത് ഞാൻ എഞ്ചിൻ്റെ സൈഡാണെന്നാണ് പറഞ്ഞു, പക്ഷേങ്കിൽ നമുക്ക് സൗണ്ട് ഇവിടെ വരുന്നത് കണ്ടോ, സ്റ്റാർ ജോയിൻറ്റ് ഫുള്ളായിട്ട് പോയിരിക്കുക. അപ്പോൾ ഇതാണ് ആ സൗണ്ട് അത്രത്തോളം വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റാർ ജോയിൻറ്റും ഇതിനകത്ത് മാറ്റണം. പിന്നെ കസ്റ്റമർ മേടിച്ചിട്ട് വന്ന മൗണ്ട് വ്യത്യാസമുണ്ട്. കസ്റ്റമർ മേടിച്ചിട്ട് വന്നത് ഇന്നോവയുടെയാണ്. ഇതിൽ ഇരിക്കുന്ന ഫോർച്യൂണർ 4x4 വരുമ്പോൾ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് മാറ്റിയെടുക്കണം. പിന്നെ എൻജിൻ ബെഡ് ഇതിനകത്ത് മാറ്റി. ഇപ്പോൾ നമ്മൾ ഫോർച്യൂണറിൻ്റെ ഗിയർ ബോക്സ് ഇറക്കിയിട്ടുണ്ട്. 4x4 വരുന്ന ഗിയർ ബോക്സാണ്, ഏറ്റവും വലിയ ഗിയർ ബോക്സാണ്. ഒത്തിരി പ്രയാസമാണ് ഇറക്കാനായിട്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇറക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലച്ച് സെറ്റ് ഇതിനകത്ത് അഴിച്ചിട്ടുണ്ട്. ഇതാണ് ക്ലച്ച് വരുന്നത്. ഇത് കിടക്കുന്നതും ആ നേരത്തെ നമ്മൾ മേടിച്ച അതേ കമ്പനി തന്നെയാണ് ഇതിനകത്ത് കിടക്കുന്നത്. കംപ്ലീറ്റ് ചേഞ്ച് ചെയ്യാനില്ല, എത്രത്തോളമായത് കത്തിപ്പോയിരിക്കും. ഇതാണിപ്പോൾ പുതിയ ക്ലച്ച് സെറ്റ് വരുന്നത്. എന്തായാലും നമുക്കിത് അതിനകത്ത് കയറ്റാം. അതുപോലെ തന്നെ ഫ്ലൈ വീല് നമുക്ക് നല്ലോണം ഒന്ന് പേപ്പർ ഇട്ട് റെഡിയാക്കി എടുക്കാനുണ്ട്. കട്ട് ചെയ്യൊന്നും വേണ്ട, കുഴപ്പമില്ല, സ്റ്റെപ്പോ കാര്യങ്ങളൊന്നുമില്ല, ഈ കത്തിരിക്കുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ ഇതിൻ്റെ സെൻറ്റർ ബെയറിംഗ് നമുക്ക് ഇതിനകത്ത് മാറ്റണം. ഇത് നല്ല ടൈറ്റ് ഉണ്ട്. ഇത് ടൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഗിയർ ബോക്സ് കയറ്റുമ്പോൾ അതിൻ്റെ ഇൻപുട്ട് ഷാഫ്റ്റ് നിൽക്കുന്നത് ഇതിനകത്താണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് തിരിഞ്ഞില്ല എന്നുണ്ടെങ്കിലും ഗിയർ ടൈറ്റ് വരാൻ സാധ്യത കൂടുതലുണ്ട്. ഗിയർ വീഴും, പക്ഷേങ്കിൽ ടൈറ്റ് വരാൻ സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് ഇതും കൂടെ മാറ്റണം. അതുപോലെ തന്നെ പ്രൊപ്പലർ ഷാഫ്റ്റ് നമ്മൾ അഴിച്ചിട്ടിട്ടുണ്ട്. ഷാഫ്റ്റിലെ സ്റ്റാർ ജോയിൻ്റ് അടിച്ചടിച്ച് ഓടിയിട്ട് ഒന്നും തന്നെ ഇല്ല, കണ്ടില്ല, ഓവലായിപ്പോയി അടിച്ചോടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ഷാഫ്റ്റിൻ്റെ 2 സ്റ്റാർ ജോയിൻറ്റും നമ്മളിതിനകത്ത് മാറ്റുന്നുണ്ട്. ബാക്കിലും അതേപോലെ തന്നെയാണ്, തുരുമ്പായി തേഞ്ഞ് അങ്ങനെ ഇതായി കിടക്കുന്നുണ്ട്. അത് ഗ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഗ്രീസ് ചെയ്യാഞ്ഞിട്ടാണ് ഈ പ്രശ്നം വരുന്നത്. അതുപോലെ ഇതിൽ സ്ലൈഡിങ് വരുന്നുണ്ട്, അവിടെയും ഗ്രീസ് വേണം. ഗ്രീസ് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ നമുക്കിത് ഗോഗോടെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് സ്റ്റാർ ജോയിൻറ്റ്. അപ്പോൾ എന്തായാലും ഇതിനകത്ത് കയറ്റാം. അവിടെ ഫോർച്യൂണറുടെ വർക്ക് ഏകദേശം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലെ
ഷോക്കും ഇതിനകത്ത് മാറ്റിയിട്ടുണ്ട്. 2 ഷോക്ക്, ഫ്രണ്ടിൽ 2 ഷോക്ക് ഇതിനകത്ത് മാറ്റിയിട്ടുണ്ട്. നമ്മൾ മോണ്ട്രോയുടെ ഷോക്കാണ് ഇതിനകത്ത് കയറ്റിയിരിക്കുന്നത്. പിന്നെ ചെയ്തിരിക്കുന്നത് ക്ലച്ച് വർക്കാണ്. ക്ലച്ച് വർക്കും എൻജിൻ്റെ ബെഡും ഇതിനകത്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫോർച്യൂണറുടെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ചെയ്തത് ഫ്രണ്ടിൽ 2 ഷോക്ക് മാറി, അതുപോലെ തന്നെ സ്റ്റാർ ജോയിൻ്റ് ബാക്കിൽ 2 മാറി, അതുപോലെ ക്ലച്ച് സെറ്റും എൻജിൻ ബെഡും, ഇത്രയും സാധനമാണ് ഇതിനകത്ത് മാറിയത്. പിന്നെ ഗിയർ ബോക്സ് ബെഡ് മാറിയിട്ടില്ല. ഗിയർ ബോക്സ് ബെഡ് കസ്റ്റമർ കൊണ്ടുവന്നാണ് സാധനം. അപ്പോൾ ഗിയർ ബോക്സ് ബെഡ് കൊണ്ടുവന്നത് ഇന്നോവയുടെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്നോവയുടെ ഇതിലേക്ക് ഷൂട്ടാണത് 4x4 ആയതുകൊണ്ട് ഇതിൽ വലിയ എമൗണ്ടാണ് വരുന്നത്. അപ്പോൾ വ്യത്യാസം വന്നതുകൊണ്ട് അത് മാത്രം മാറ്റിയിട്ടില്ല. അത് കസ്റ്റമർ നോക്കിയിട്ട് പിന്നെ ചെയ്യാമെന്നാണ് പറഞ്ഞത്. ബാക്കിയുള്ള എല്ലാ വർക്കും ചെയ്തിട്ടുണ്ട്. ക്ലച്ചൊക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല ഫ്രീ തന്നെ ഉണ്ട്. പക്ഷേ ലൂക്കിൻ്റെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ഫ്രീനെസ് നന്നായിട്ട് കിട്ടിയേനെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ചെറിയൊരു ടൈറ്റ് തന്നെ ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ലൂക്കിടുന്ന ആ ഒരു ഫ്രീനെസ് ഇതിനകത്ത് വന്നിട്ടില്ല ഇപ്പോഴും. അതുപോലെ ഫ്രണ്ട് സസ്പെൻഷൻ മാറിയപ്പോൾ അത്യാവശ്യം ആ ഒരു എന്താ പറയുക റഫ്നെസ് കാര്യങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. നല്ലൊരു ഫീൽ തന്നെ കിട്ടുന്നു ഓടിക്കുമ്പോഴാണെങ്കിലും ശരി. പിന്നെ മൗണ്ട് ഓയി അല്ല ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് എനിക്കത് എത്രത്തോളം ഗ്യാരണ്ടി എനിക്കത് പറയാൻ പറ്റില്ല. അത് കസ്റ്റമർ മേടിച്ച് തന്നത്. അത് ഓയി അല്ല ഇട്ടിരിക്കുന്നത്. ഓയി അല്ലാത്ത സാധനം നമുക്ക് ഇടുമ്പോൾ അത്യാവശ്യം ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. നമ്മുടെ ഓയിയുടെ ആ ഒരു പെർഫെക്ഷൻ അതിനകത്ത് പക്കയായിട്ട് കിട്ടില്ല. ഓയി ഇട്ടാൽ തന്നെ നമുക്കതൊരു എന്താ പറയുക മറ്റേ ആ ഒരു എഞ്ചിൻ്റെ വൈബ്രേഷൻ പക്കയായിട്ട് നമുക്ക് എടുക്കുള്ളൂ. ചില വണ്ടികൾ ഇന്നോവയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓയിൽ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും VARO അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനിയുടെ നമുക്ക് മൗണ്ട് ഇട്ടാലും വലിയ കുഴപ്പം നമുക്ക് തോന്നില്ല. പക്ഷേ ഫോർച്യൂണറിനൊന്നും നമുക്ക് ഓയിൽ അല്ലാതെ നോർമൽ ഇടാൻ പറ്റില്ല. അത് ഒറിജിനൽ തന്നെ ഇട്ടാൽ തന്നെ അതിൻ്റെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ കസ്റ്റമർ ഇപ്പോൾ എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല ഏത് മേടിക്കണം എന്നുള്ളത്. കസ്റ്റമർ തന്നെ സാധനം എടുത്തിട്ട് വന്നതാണ്. പിന്നെ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തു എന്ന് മാത്രം. അപ്പോൾ മൗണ്ടിൻ്റെ കാര്യത്തിൽ നമുക്ക് അത് എത്രത്തോളം ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ കുഴപ്പമില്ല, നേരത്തെ അപേക്ഷിച്ചിട്ട് എത്രയോ വ്യത്യാസം വന്നിട്ടുണ്ട്. എങ്കിലും എൻജിൻ ബോഡി വൈബ്രേഷൻ 100% പോയി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ചെറിയൊരു വൈബ്രേഷൻ ഇപ്പോഴും ഇതിനകത്ത് തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷെ നേരത്തെ ഇങ്ങനെയല്ല, നല്ല വൈബ്രേഷൻ ആയിരുന്നു നേരത്തെ. ബോഡി കംപ്ലീറ്റും നമ്മൾ ഭയങ്കരമായിട്ട് ജെർക്ക് ചെയ്യും. അതുപോലെ തന്നെ ക്ലച്ച് നമ്മൾ റിലീസ് ചെയ്യുമ്പോഴും ഭയങ്കരമായിട്ട് ജെർക്ക് ചെയ്തിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. ആ ഒരു കംപ്ലൈൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. പിന്നെ മെയിനായിട്ടൊരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ ആ ഒരു കട്ട എന്നൊരു സൗണ്ട്, അത് പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട്. എന്താ വെച്ചാൽ ആ സ്റ്റാർ ജോയിൻ്റ് അത്രത്തോളം പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ കംപ്ലൈൻറ്റ് വന്നത്. അപ്പോൾ അത് മാറ്റിയപ്പോൾ അത് പൂർണ്ണമായിട്ടും ആ ഒരു കംപ്ലൈൻറ്റ് സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെല്ലാവർക്കും ബൈ. പിന്നെ എപ്പോഴും ഫോർച്യൂണർ എപ്പോഴും ഒരു റഫ്നെസ്സാണ്. നമ്മൾ ഇന്നോവയുടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വണ്ടിയുടെ ഒരു ഫീൽ നമുക്ക് ഫോർച്യൂണറിനകത്ത് കിട്ടില്ല. ഫോർച്യൂണർ എപ്പോഴും ഒരു ഓഫ് റോഡ് വണ്ടി ആ ഒരു ലെവലിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സാധാ നോർമൽ റോഡിലാണെങ്കിലും ശരി നമുക്കൊരു റഫ്നെസ് ഇതിനകത്ത് നമുക്ക് ഫീൽ ചെയ്യാം. നമുക്ക് ഒരു എന്താ പറയുക വണ്ടി ഓടിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ആ ഒരു ഇന്നോവയുടെ ഒരു ഫീലിംഗ് നമുക്ക് ഇതിനകത്ത് കിട്ടില്ല. ഒരു ചെറിയൊരു റഫ്നെസ് എന്തായാലും സസ്പെൻഷൻ പാർട്സ് ആണെങ്കിലും ശരി, നമ്മളെ എൻജിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ശരി, ഒരു റഫ്നെസ് നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യും.